നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ് ബാധിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം ധർമ്മനഗർ മുന്നിപ്പാടി സ്വദേശി ഹമീദ് ബാവാരിക്കലാണ് മരിച്ചതായുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. ഇതോടെ UAE-യിൽ 10ഉം ഗൾഫിൽ 14 മലയാളികളാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 10,484 പേർക്ക് സൗദിയിൽ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിനിടയിൽ വൈറസ് പടർന്ന കുവൈറ്റിൽ കർഫ്യൂ സമയം 16 മണിക്കൂറായി വർദ്ധിപ്പിച്ചു. വൈകിട്ട് 4 മുതൽ രാവിലെ 8 മണി വരെയാണ് പുതിയ കർഫ്യൂ സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. റംസാൻ മാസം കഴിയുന്നതുവരെ പൊതു അവധി നീട്ടാനും തീരുമാനമായിരിക്കുകയാണ്. കുവൈറ്റിൽ വൈറസ് ബാധിച്ച് ഇന്ത്യക്കാരുടെ എണ്ണം 1132 ഉയർന്നു. വിവിധ വിദേശ രാജ്യങ്ങളിലായി മരിച്ച മലയാളികളുടെ ആകെ എണ്ണം 41 ആണ്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം സ്വദേശി അഹമ്മദ് കബീർ, തുമ്പമൺ സ്വദേശി കോശിയ സക്കറിയ എന്നിവർ UAE-യിൽ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ മരണസംഖ്യ 179 ഉയർന്നു. ഗൾഫിൽ ആകെ വൈറസ് ബാധിതരുടെ എണ്ണം 30,000-ഓളമായി. നോമ്പെടുക്കേണ്ടതില്ലെന്ന് UAE ഹത്വ കൗൺസിൽ നിർദ്ദേശിക്കുകയും ചെയ്തു. ഓൺ അറൈവൽ ടൂറിസ്റ്റ് വിസിറ്റ് വിസകളിൽ ഖത്തറിലെത്തിയവർക്ക് വിസ കാലാവധി നീട്ടാതെ തന്നെ ഖത്തറിൽ തുടരാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിസ കാലാവധി കഴിഞ്ഞാൽ പിഴ ഒടുക്കേണ്ടതുമില്ല. വിസ കാലാവധി കഴിഞ്ഞവർ പിഴ ഒടുക്കേണ്ടതില്ല. കോവിഡ് വ്യാപനം മൂലം വിവിധ രാജ്യങ്ങളിൽ വിമാന സർവീസ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.